പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. കൊച്ചി കൊങ്കണി ഭാഷാ ഭവനിൽ മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. വിശ്വ മാതൃഭാഷാ ദിനമായ ഫെബ്രുവരി 21 കൊച്ചി കൊങ്കണി ഭാഷാ ഭവനിൽ കൊങ്കണി കവിതാ സംഗമം നടന്നു. കൊങ്കണി കേന്ദ്ര ഗോശ്രീപൂർ, കൊങ്കണി ഭാഷാ പ്രചാർ സഭ എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കെ നാരായണ നായക്, RS ഭാസ്കർ, G മോഹൻ ഷേണായി, ഡോക്ടർ പ്രതിമ അശർ, R രാജേന്ദ്ര ഭട്ട് എന്നിവരുടെ ഭദ്രദീപ പ്രകാശനത്തോടെ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. जीवन जल देनु वारंवार निरंतर सुखशील वर्षण कोरो आज चुरपला सभा संगीत में हमका ए जाए B जाए C जाए D जाए അത് ആ ഭാഷ മാത്രം തോന്നികൾക്കാ. പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രശസ്ത കൊങ്കണി സംഗീതജ്ഞനും ഗായകനുമായിരുന്ന ദിവംഗതനായ A വാസുദേവ ഭട്ടിനെ അനുസ്മരിച്ച് ഗോശ്രീപുരം ഹരികുമാർ സംസാരിച്ചു. തുടർന്ന് മൗന പ്രാർത്ഥനയും നടന്നു. മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രശസ്ത സാഹിത്യകാരിയും ബഹുഭാഷാ പണ്ഡിതയും അധ്യാപികയുമായ ഡോക്ടർ പ്രതിമ അശർ വിശദീകരിച്ചു. കൊങ്കണി കേന്ദ്ര ഗോശ്രീപൂർ അധ്യക്ഷൻ G മോഹൻ ഷേണായുടെ അധ്യക്ഷതയിൽ നടന്ന കവി സംഗമത്തിൽ ഗോവിന്ദസ് നായക്, N സദാനന്ദ കമ്മത്ത്, RS ഭാസ്കർ, വിജയകുമാർ, N പൈ, N ബാലകൃഷ്ണ മല്യ, പ്രൊഫസർ G മോഹൻ റാവു, KNR ഭട്ട്, ജയ ബാലകൃഷ്ണ കമ്മത്ത്, PS വസന്തകുമാരി, S രാമകൃഷ്ണ, T ഉമേഷ് ഭട്ട്, R രാജേന്ദ്ര ഭട്ട്, K നാരായണ നായക്, ഗോശ്രീപുരം ഹരികുമാർ, സുരേഷ്, V ഷേണായി, S സുധീഷ് ഷേണായി എന്നിവർ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. തുടർന്ന് സജീവ ചർച്ചയും നടന്നു. മംഗളപ്രാർത്ഥനയോടെ ദിനാചരണം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.